മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. രമേശ് ചെന്നിത്തല വിളിച്ചു പറഞ്ഞ പച്ച കള്ളം നിങ്ങൾ കേട്ടോ? ഈ ചെന്നിത്തലയുടെ വിചാരോ 90കളിലെ പൊളിറ്റിക്സ് ആണ് ഇന്നും കേരളത്തിലെ എന്നാ? നിങ്ങൾ ഇതൊന്ന് കേട്ടു നോക്കൂ. നരേന്ദ്രമോദി ആലോചിക്കേണ്ടത് ഡൽഹിയിലെ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കാൻ മോഡിക്ക് 50 ദിവസം വേണ്ടി വന്നു. മറവി രോഗം പ്രധാനമന്ത്രിക്ക് ഉണ്ടെന്ന് എനിക്കിപ്പോഴാണ് മനസ്സിലായത്. അദ്ദേഹത്തിന്റെ വീടിരിക്കുന്ന ഡൽഹിയിലെ മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ 50 ദിവസം എടുത്ത മഹാനാണ് കോൺഗ്രസിന് കേരളത്തിൽ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിച്ചില്ല എന്ന് പറയുന്നത്. ഞങ്ങൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ 5 ദിവസമേ ആയിട്ടുള്ളൂ. അതുകൊണ്ട് അത് വലിയ 50 ദിവസം മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കാതെ ഡൽഹിയിൽ അനിശ്ചിതത്വം ഉണ്ടാക്കിയ പ്രധാനമന്ത്രിയാണ് ഇപ്പം ഞങ്ങളെ വിമർശിക്കുന്നത്. പഴയ കാര്യങ്ങളൊന്നും നരേന്ദ്രമോദി മറക്കരുത്. നിങ്ങൾ കേട്ടില്ലേ? 50 ദിവസം എടുത്തു ഡൽഹിയിൽ മുഖ്യമന്ത്രിയെ BJP തീരുമാനിക്കാൻ, മോദി തീരുമാനിക്കാൻ എന്നൊക്കെയാ പറയുന്നത്. ഇജാതി പച്ച കള്ളം പറയാൻ ഒരു ഉളുപ്പുമില്ലേ? ഈ 90കളിലെ പൊളിറ്റിക്സ് ആയിരുന്നു. തോന്നിയതുപോലെ വിളിച്ചു പറഞ്ഞാൽ ജനമെന്ന് അംഗീകരിക്കല്. കാലം മാറി. ഏതായാലും UDFന്റെ അണികള് ചെന്നിത്തല പറഞ്ഞതൊന്നും പോയിട്ട് പരിശോധിക്കൂല. അവർക്കതിന്റെ നേതാക്കന്മാരെന്ത് പറയുന്നോ അതങ്ങ് വീഴ്ങ്ങാറാണല്ലോ പതിവ്. എന്നാൽ വിവേകമുള്ള നിഷ്പക്ഷ സമൂഹം കൃത്യമായിട്ട് പരിശോധിക്കൂ. ഈ ചെന്നിത്തല പറഞ്ഞത് പച്ച കള്ളവാ. 50 ദിവസം ഈ എടുത്തിട്ടില്ല. ഞാനിവിടെ വളരെ വ്യക്തമായിട്ട് ഡേറ്റുകൾ ഇവിടെ കൊടുക്കാം. ഡൽഹിയിൽ വോട്ടെടുപ്പ് നടന്നത് 2025 ഫെബ്രുവരി 5-ാം തീയതി. ഇനി അതുമായി ബന്ധപ്പെട്ട് കൗണ്ടിങ് നടത്തിയിട്ടുള്ളത്, റിസൾട്ട് വന്നിട്ടുള്ളത് 2025 ഫെബ്രുവരി 8-ന്. അത് കഴിഞ്ഞ് രേഖാ ഗുപ്ത ഡൽഹി മുഖ്യമന്ത്രിയായിട്ട് 2025 ഫെബ്രുവരി 20-ാം തീയതി സത്യപ്രതിജ്ഞ നടന്നിട്ടുണ്ട്. അപ്പൊ മുഖ്യമന്ത്രിയെ എപ്പോഴായിരിക്കും പ്രഖ്യാപിച്ചിട്ടൊക്കെ ഉണ്ടാവുക? ഏതായാലും സത്യപ്രതിജ്ഞന്റെ അന്നത്തെ ദിവസം ഒന്നല്ലല്ലോ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കുക. കണക്കുകൾ പ്രകാരം പോലും ഈ 8-ാം തീയതി റിസൾട്ട് വന്നിട്ട് 20-ാം തീയതി അവിടെ സത്യപ്രതിജ്ഞ നടന്നിട്ടുണ്ട്. അതും ഒരു വനിത. ഓരോ മലയാളിയും തിരിച്ചറിയണോ, ഒരു സ്ഥലത്ത് പോലും ഡൽഹിയിൽ തെരുവോരങ്ങളിൽ BJP ലീഡേഴ്സിന്റെ മുഖത്ത് തുപ്പിയിട്ടുള്ള ഒരു പ്രകടനവും നടത്തിയില്ല. ഓരോ ആളുകളും തിരിച്ചറിയണം, ശയന പ്രദക്ഷിണം നടത്തിയില്ല. റോട്ടിലൂടെ സകല ആളുകളും തിരിച്ചറിയണം. നേതാക്കന്മാരുടെ ഈ പറയുന്ന BJP നേതാക്കന്മാരുടെ മാറി പോസ്റ്റർ കീറിയില്ല. തെരുവ് യുദ്ധങ്ങൾ നടന്നിട്ടില്ല. ഇതൊന്നും ഡൽഹിയിൽ നടന്നിട്ടില്ല. കേരളത്തിൽ എന്താ അവസ്ഥ? പ്രബുദ്ധ കേരളത്തെ അപമാനിച്ചല്ലേ കോൺഗ്രസ് ഇപ്പോ മുന്നോട്ട് പോകുന്നത്? ജനതയുടെ മുഖത്ത് നോക്കി കൊഞ്ഞനം കുത്തല്ലേ, ഉളുപ്പില്ലാതെ കൊഞ്ഞനം കുത്തിൽ. എന്നിട്ട് ചെന്നിത്തല വന്നിട്ട് 50 ദിവസമായി. മറ്റൊരു കാര്യം കൂടി എടുത്തു പറയണം. ഈ രാഹുൽ ഗാന്ധി ഈ തിരഞ്ഞെടുപ്പ് സമയത്ത് കേരളത്തിലെ ജനതയോട് പറഞ്ഞിട്ടുണ്ട്, വനിതാ മുഖ്യമന്ത്രി കേരളത്തിൽ UDF അധികാരത്തിലെത്തിയാൽ വനിതാ മുഖ്യമന്ത്രിയെ രാഹുൽ ഗാന്ധിയെ പ്രഖ്യാപിച്ചത്. UDFന്റെ അണികളെങ്കിലും അത് വിശ്വസിച്ചിട്ടുണ്ടാവില്ലേ? ഏതെങ്കിലും ഒരു പേരിന് ഇപ്പോ 3 പേരില്ലേ, ഒരു 4ാമത് ഏതെങ്കിലും ഒരാളെ ഈ പറയുന്ന ബിന്ദു കൃഷ്ണ, ഷാനിമോള്, അങ്ങനെ എത്ര ആളുകൾ വനിതയായിട്ട് വിജയിച്ചിട്ടുണ്ട്? ആരുടെയെങ്കിലും പേര് വെറുതെയെങ്കിലും രാഹുൽ ഗാന്ധി വനിത എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ? അതുകൊണ്ടെങ്കിലും ചർച്ചയിലേക്കെങ്കിലും ഒന്ന് പേരിനെങ്കിലും ഒന്ന് വെച്ചുകൂടായിരുന്നു? രാഹുൽ ഗാന്ധി എന്താ പറഞ്ഞത്? വനിതാ മുഖ്യമന്ത്രി. ചർച്ചയിൽ പോലും ഒരു വനിതയല്ല. ഡൽഹിയിലെ തലസ്ഥാന നഗരി, 140 കോടി ജനങ്ങളുള്ള തലസ്ഥാന നഗരിയിൽ BJP അധികാരത്തിലേക്ക് എത്തിയിട്ട് അവിടെ ഒരു വനിതയെ മുഖ്യമന്ത്രിയാക്കിയത് ഈ രാജ്യം ഒന്നടങ്കം ചർച്ച ചെയ്ത് മോദിക്ക് കൈയടിച്ചിട്ടുണ്ട്. 50 നാളല്ലേ ചെന്നിത്തലക്ക് ഇതൊക്കെ ഉളുപ്പില്ലാതെ വിളിച്ചു വരാൻ? ഇത് കാലം മാറി. 90കളിലെ പൊളിറ്റിക്സ് അല്ല. ആർക്ക് വേണമെങ്കിലും പരിശോധിക്കാം. ഈ 50 എന്ന് പറയുന്നത് പച്ചക്കള്ളമാണ്. ഡൽഹിയിൽ ഒരു സമയത്തും തമ്മിൽ BJPയിൽ തെരുവിൽ മുഖ്യമന്ത്രിക്ക് വേണ്ടി നടന്നിട്ടില്ല. കേരളത്തിൽ എന്താ അവസ്ഥ? തല്ലല്ലേ, തല്ലല്ലേ. ഇത് മാത്രമാണോ? ചെന്നിത്തല ഒരുപാട് കാര്യങ്ങൾ മണ്ടത്തരം പറയുന്നുണ്ട്. പച്ചക്കള്ളവും. അടുത്ത ഭാഗം ഞാൻ ഇന്നും ഇവിടെ കൊടുക്കാൻ നിങ്ങൾ കേട്ടു. ഞങ്ങൾ കോൺഗ്രസ് പാർട്ടിയിൽ എല്ലാ ചർച്ചകളും, ഇത് ജനാധിപത്യ പാർട്ടിയാണ്, ഇത് ഏകാധിപത്യ പാർട്ടിയല്ല. ഞങ്ങൾ ജനാധിപത്യ പാർട്ടിയാണ്, ഏകാധിപത്യ പാർട്ടിയല്ല. ഹൈക്കമാൻഡ് ആരെയാണോ തീരുമാനിക്കുക, അതിലപ്പുറം ഒരു എന്തെങ്കിലും ഉണ്ടോ? ഇനി ഞാൻ ഏതായാലും കോൺഗ്രസിന്റെ ജനാധിപത്യത്തെ കുറിച്ചൊന്നും പറയുന്നില്ല. UDFന് വേണ്ടി നിരന്തരം പണിയെടുക്കുന്ന MN കാരശ്ശേരി തന്നെ പറയുന്നത് ഞാനൊന്ന് ഇവിടെ കൊടുക്കാം.
എന്നിട്ട് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ, കോൺഗ്രസിൽ എന്തെങ്കിലും ജനാധിപത്യം ഉണ്ടോ എന്നുള്ളത്. ഇവരെ ജയിപ്പിച്ചിട്ട് ഈ തമ്മിത്തല്ല് കാണാനും വീണ്ടും പണ്ടുള്ളതിനേക്കാൾ ഭീകരമായ അളവിൽ ഗ്രൂപ്പ് വഴക്ക് വന്നിട്ട് രാഷ്ട്രത്തിൻ്റെ കാര്യമോ മുന്നണിയുടെ കാര്യമോ പാർട്ടിയുടെ കാര്യമോ അല്ല പ്രധാനം അവനവൻ്റെ കസേരയാണ് എന്നുള്ള ഈ ഒരു ശരിക്കുള്ള ഒരു കസേര കളി വളരെ, അതായത് ഇവിടുത്തെ സമ്മതിദായകരെ മുഴുവൻ നിന്ദിക്കുകയും അവമാനിക്കുകയും ചെയ്യുന്ന മട്ടിൽ അവർ പെരുമാറുന്നത്. ഇതിനൊക്കെ ജനാധിപത്യം എന്നാണ് പേര് പറയാന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവാത്തൊരു ജനാധിപത്യമാണത്. കാരണം നിങ്ങൾ കേട്ടില്ലേ, ഇതൊക്കെ എന്ത് കോപ്പിലെ ജനാധിപത്യം എന്ന MN കാരശ്ശേരി കോൺഗ്രസിനോട് ചോദിക്കും, UDF-നോട് ചോദിക്കുന്നത്. സ്വന്തം കാര്യം, സ്വന്തം കസേര, രാഷ്ട്രത്തിന് വേണ്ടിയല്ല, മുന്നണിക്ക് വേണ്ടിയല്ല, സ്വന്തം കസേര. ഇതെന്ത് കോപ്പിലെ ജനാധിപത്യം എന്ന് പറയുന്നത്? UDF-ന് വേണ്ടി 24 മണിക്കൂറും പണിയെടുത്തിട്ടുള്ള MN കാരശ്ശേരിയാ. അപ്പൊ ചെന്നിത്തലയ്ക്ക് മനസ്സിലായോ എവിടെയാണ് ഏകാധിപത്യം, എവിടെയാണ് ജനാധിപത്യം ഇല്ലാത്തത്? ഇനി മറ്റൊരു ഭാഗം കൂടി. നാഗ്പൂരിൽ നിന്ന് നിർദ്ദേശം സ്വീകരിച്ച് പ്രവർത്തിക്കുന്ന പാർട്ടി അല്ല ഇത്. ഇത് എല്ലാവരുമായി ചർച്ച ചെയ്ത് തീരുമാനിക്കുന്ന ജനാധിപത്യപരമായി പ്രവർത്തിക്കുന്ന ഒരു നേതാവാണ് രാഹുൽ ഗാന്ധി. അത് നിങ്ങൾ കേട്ടില്ലേ, നാഗ്പൂർ എന്ന് ഉദ്ദേശിക്കുന്നത് RSS-നെ ആണല്ലോ. ഈ RSS-ഉം BJP എന്നൊക്കെ പറയുന്നത് BJP RSS-നോട് ചേർന്ന് തന്നെ പ്രവർത്തിച്ച് മുന്നോട്ട് പോകുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് എന്നൊന്നും ഇതുവരെ ചെന്നിത്തലയ്ക്ക് മനസ്സിലായില്ലേ? എന്റെ ലളിതമായിട്ടുള്ള ചോദ്യം, RSS-ഉം BJP-യും തമ്മിലുള്ള ബന്ധം ഈ രാജ്യത്ത് ബോധമുള്ള സകല ആളുകൾക്ക് അറിയാം. അതേസമയം കോൺഗ്രസിലെ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നത്, കോൺഗ്രസിലെ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്നതിന്, പാണക്കാട്ടേക്ക് ഓടുന്നതിന് ഒരു പ്രശ്നവും തോന്നുന്നില്ല. മുസ്ലിം ലീഗിന്റെ പാണക്കാട്ടെത്തിയിട്ടല്ലേ കോൺഗ്രസ് ഇന്ന് എങ്ങോട്ട് നടക്കണമെന്ന് തീരുമാനിക്കുന്നത്? ആ ഗതികെട്ടൊരു പാർട്ടിയിലെ നേതാവ് പറയാ RSS-ന്റെ നാഗ്പൂർ, RSS-ഉം BJP-യും എന്താണ് എന്നുള്ളത് ഒന്നാണല്ലോ. ആ ഒരു രീതിയിലല്ലേ അവർ പ്രവർത്തിച്ച് മുന്നോട്ട് പോകുന്നത്. അതല്ലേ ഈ രാജ്യത്തെ എല്ലാ ആളുകൾക്കും ഇന്ന് ചെന്നിത്തലയ്ക്ക് ഇതൊന്നും മനസ്സിലായില്ലേ? അതേസമയം കോൺഗ്രസ് മുസ്ലിം ലീഗിന്റെ പാണക്കാട്ടേക്ക് അങ്ങ് അടിയറവ് പറഞ്ഞത് എന്തിനാണ്? മുസ്ലിം ലീഗാണോ കോൺഗ്രസിനേക്കാൾ വലുത് എന്ന് ഇവിടെ എല്ലാ ആളുകളും ചിന്തിച്ചു തുടങ്ങി. ഇപ്പോഴും ഇത് ചെന്നിത്തലയ്ക്കും കൂട്ടർക്കും മനസ്സിൽ ഇവരാണ്, അതായത് കോൺഗ്രസിന്റെ ആത്മാഭിമാനം ഈ പാണക്കാട്ടെ ആ മുറ്റത്ത് കൊണ്ടുപോയി അടിയറവ് വെച്ചിട്ടുള്ള ചെന്നിത്തല പറയാ നാഗ്പൂര് BJP നാടല്ലേ. ചെന്നിത്തല ആദ്യം ഒരു കാര്യം ചെയ്യണോ, സ്വന്തം പാർട്ടിയുടെ തീരുമാനം KPCC ഓഫീസിൽ തീരുമാനിക്കാൻ എന്തെങ്കിലും ഇനി നടക്കോ? കേരളത്തിൽ ഇനി നടക്കോ? ഈ പറയുന്ന AICC-ക്ക് പോലും നിർദ്ദേശം ഇപ്പോ അങ്ങ് പാണക്കാട്ട് നിന്നല്ലേ. എന്തൊരു ഗതികേടാണ്! വെറുതെയാണോ രാജ്യത്ത് കോൺഗ്രസ് ഉപ്പ് വെച്ച കലം പോലെ അങ്ങ് മാറിക്കൊണ്ടിരിക്കുന്നത്? കോൺഗ്രസ് തകർന്ന് തരിപ്പണമാവുന്നത് കേരളത്തില് ഇതുപോലെ പാണക്കാട് അങ്ങനെ ഓരോ സംസ്ഥാനത്തും ഓരോ സ്ഥലത്ത് പോയിട്ട് പ്രീണിപ്പിച്ച് ഇക്കോലത്തിലേക്ക് കോൺഗ്രസിനെ എത്തിച്ചിട്ടു. രാജ്യം അടക്കി ഭരിക്കുന്ന ഒരു പാർട്ടിയല്ലേ. ആ പാർട്ടിയെ നന്നാക്കാൻ മാത്രമൊക്കെ ചെന്നിത്തലയും കൂട്ടരും ഒക്കെ വളർന്നോ? സ്വന്തം പാർട്ടിക്ക് അധികാരം കിട്ടി, ഇനിയെങ്കിലും തമ്മിത്തല്ലൊന്ന് നിർത്തിയിട്ട് ജനങ്ങളെ കൊണ്ട് മിനിറ്റുകൾ കൊണ്ട് മുഖ്യമന്ത്രി വരുമെന്നായിരുന്നു കോൺഗ്രസിന്റെ നേതാവ് പറഞ്ഞിരുന്നത്, KC വേണുഗോപാലെ. ആ KC വേണുഗോപാൽ ഇപ്പൊ കട്ടിപ്പിടിയാ. ചെന്നിത്തല ഒരു ഭാഗത്ത്, ഈ പറയുന്നത് പോലെ VD സതീശൻ മറ്റൊരു ഭാഗത്ത്. നാടല്ലേ സ്വന്തം ഒരു ഉളുപ്പമില്ലാതെ ജനങ്ങളെ നോക്കി കുഞ്ഞനെ കുത്തുന്നതും പോരാ, എന്നിട്ട് BJP-ക്കെതിരെ പച്ചക്കള്ളം പറയാ. ചെന്നിത്തലയൊക്കെ കരുതിയത് 90കളിലൊക്കെ ഉള്ളതുപോലെ എന്തെങ്കിലും അങ്ങ് വിളിച്ചു പറഞ്ഞാൽ മതി. ഒരിക്കലും ഇനി മുന്നോട്ട് കേരളത്തിൽ അതൊന്നും നടക്കില്ല. ജനം ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കൂ. കോൺഗ്രസ് ഒക്കെ ഇനി വരും നാളുകളിൽ ചവറ്റുകൊട്ടയിലേക്ക് എത്തുമെന്നുള്ളതിൽ ഒരു തർക്കവും ആർക്കും തന്നെ വേണ്ട.